ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഇങ്ങനെ നിങ്ങളുടെ വിഷയങ്ങൾ നമുക്ക് ഇന്ന് സംസാരിച്ച് ഒന്ന് മുന്നോട്ട് പോകാനോ. ഓക്കെ. അപ്പോൾ നമുക്ക് എമ്പുരാനാണ് ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ചർച്ചാ വിഷയമായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആരൊക്കെയാണ് എമ്പുരാനെ കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയുന്നവർക്കൊക്കെ ഒന്ന് വന്ന് നമ്മളുടെ ഇതിൽ അഭിപ്രായം പറയാം. കണ്ടവരുണ്ടാവും, കാണാത്തവരുണ്ടാവും. കാണാത്തവർക്ക് അതൊരു പ്രചോദനമായിരിക്കും. കാണേണ്ട പടമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കാണും. കാണണ്ടാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും അവരതിനെ ഇഗ്നോർ ചെയ്തിരിക്കും. അങ്ങനെയായിരിക്കും നമ്മളുടെ ഇതുവരെയുള്ള എല്ലാ ചരിത്രങ്ങളും നമ്മളുടെ ഹിസ്റ്ററിയൊക്കെ അങ്ങനെ തന്നെയാണല്ലോ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കള്, നമ്മളെ പടം കണ്ടവർ ഇപ്പൊ ഇന്നലെ നമ്മുടെ റൂമിലുള്ള പലരും പോയി പടം കണ്ടിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ പടം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ റൂമിലുള്ളവർ മാത്രമല്ല, പൊതുവെ പടം നമ്മുടെ പല സുഹൃത്തുക്കളും കണ്ടവരെല്ലാം നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. പക്ഷെ എഡിറ്റഡ് വെർഷനോട് ആർക്കും അത്ര യോജിപ്പ് വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് വ്യക്തമല്ല. കാരണം എഡിറ്റഡ് വെർഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. എഡിറ്റഡ് വെർഷൻ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതോ ഇപ്പോഴുള്ള ഈ ഒരു പടം അത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്നതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ചോദ്യം. ആ ചോദ്യം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കും നിങ്ങളുടേതായ നല്ല രീതിയിൽ, അസഭ്യവർഷങ്ങളല്ലാത്ത രീതിയിലൊക്കെ നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമൻറ്റുകളുടെ ഒരു അറിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ലൈവ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പൊതുവെ ഇങ്ങനെ ഒരു സിറ്റുവേഷണൽ വീഡിയോസായിട്ട് വരാറില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇതൊരു സിറ്റുവേഷണൽ വീഡിയോ പലർക്കും നല്ലതും മോശം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു രീതി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇന്നത്തെ ഒരു ലൈവിൽ ഈ ഒരു വിഷയം എടുത്തിരിക്കുന്നത്. അപ്പോൾ എമ്പുരാനെ കണ്ടവർക്ക് അതിൻ്റെ അഭിപ്രായങ്ങളായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പറയണം. നല്ല അഭിപ്രായങ്ങളും മോശം അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. നല്ലതിനെ നല്ലതായിട്ടും ചീത്തതിനെ ചീത്തയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് നമ്മൾ മലയാളികൾ എന്നല്ല, നമ്മൾ മനുഷ്യരായ നമ്മളെല്ലാവർക്കും നല്ലതിനെയും ചീത്തയും ഒക്കെ തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ. ഇറ്റ്സ് വെരി ബോറിംഗ് എന്നാണ് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും. മോഹൻലാൽ ഫാനാണ്, പക്ഷെ പുള്ളിക്ക് അത് വളരെ ബോറിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഫ്യൂ പീപ്പിൾസ് ഈസ് ദർ, ഐ വാസ് ബിഗ് മോഹൻലാൽ ഫാൻ എന്നാണ് പുള്ളിയുടെ ഒരു അഭിപ്രായം. പിന്നെ കർണാടകയിലാന്ന് തോന്നുന്നു പുള്ളി എന്തോ നമുക്ക് അതിൻ്റെ ഒരു ഇത് ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് വായിക്കാൻ അറിയില്ല. സുഹൃത്തിന് മലയാളം അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ആം ഫ്രം കർണാടക എന്നാണ് നമ്മുടെ ആ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പുള്ളി ഇന്നലെ രാത്രി അത് കണ്ടിട്ടുണ്ട്. പക്ഷെ മൂവി ഇന്ന് സീരിയസ്ലി ഐ ആം ടെല്ലിങ് ഇറ്റ്സ് വെരി ബോറിംഗ് മൂവി. ഓൺലി ഫ്യൂ പീപ്പിൾ ഈസ് ദർ, ഐ വാസ് ബിഗ് മോഹൻലാൽ ഫാൻ. അങ്ങനെയാണ്. പക്ഷെ എന്നാൽ പോലും പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, അത് നമ്മളുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യങ്ങളാണ്. എന്ത് നമ്മൾ ഇഷ്ടപ്പെടണം, നമ്മൾ എന്ത് ഇഷ്ടപ്പെടണ്ട എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യങ്ങളാണ്. ലാസ്റ്റ് ഇയർ ഐ ആം വാച്ചിങ് മമ്മൂട്ടി മൂവി ടർബോ, ദാറ്റ് വാസ് വെരി നൈസ് മൂവി. താങ്ക് യു ബ്രോ. നമ്മളിപ്പോൾ ഒരാളുടെ സ്പെഷ്യലി ഫാനായിട്ടല്ല നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മോഹൻലാലിൻ്റെയോ അല്ലെങ്കിൽ മമ്മൂട്ടി ഫാൻ എന്ന ഒരു ബേസിലല്ല കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ
മൊമെന്റിൽ നമുക്ക് എന്താണ് ആ പടത്തെക്കുറിച്ച് നമ്മളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്നറിയാൻ എന്ന് വേണ്ടി മാത്രമാണ് നമ്മൾ